ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്, ഹലോ. ഞങ്ങളൊരു പാട്ട് കേട്ട് കരയുന്നുണ്ട്. ഞങ്ങളൊരു പാട്ട് കേട്ട് വീണ്ടും വീണ്ടും ഇഷ്ടപ്പെട്ടത് വീണ്ടും റിപ്പീറ്റ് മോഡിൽ കേൾക്കാണ്. എന്താണ് ഈ ഒരു പാട്ടിന്റെ മാജിക്? അയ്യോ, അത് മാജിക് എനിക്കൊന്നും അറിയത്തില്ല. കാരണം നമ്മളോട് ഈ സിറ്റുവേഷൻ പറഞ്ഞൊരു പാട്ടുണ്ടാക്കാൻ പറഞ്ഞു. അത് ഇങ്ങനെ തീരുന്നു നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മള് ആ പടത്തിന് വേണ്ടി ഒരു പാട്ടുണ്ടാക്കി. അത് ഇങ്ങനെ ദാറ്റ് ജസ്റ്റ് ടേൺഡ് ഔട്ട് ടു ബി ലൈക്ക് ദിസ്. പീപ്പിൾ അക്സെപ്റ്റഡ് ഇറ്റ്. വളരെ നല്ല റെസ്പോൺസ് കിട്ടി. സോ ഐ ആം ജസ്റ്റ് താങ്ക്ഫുൾ ഫോർ ഓൾ ഓഫ് ദാറ്റ്. ഐ ജസ്റ്റ് ഫോക്കസ്ഡ് ഓൺ മേക്കിംഗ് ദ തിങ് ആൻഡ് വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ് വാസ് ലൈക്ക് all God's grace, I feel. ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് ആ മൂവിയുടെ ഇമോഷണൽ ഹുക്കിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഇത് കണ്ടു നിൽക്കുന്ന ഓരോ ആളുകളെ കരയിച്ചിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. സോ എങ്ങനായിരുന്നു ഒരു ബ്രീഫ്? ഇതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വാഴ 1-ൽ മകനെ എന്ന് പറഞ്ഞൊരു ട്രാക്ക് ചെയ്തായിരുന്നു. അപ്പം മകനയുടെ സമയത്ത് ഒരു ബ്രീഫ് കിട്ടിയതായിരുന്നു. ഞാൻ ഓൾറെഡി പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വർക്ക് ചെയ്യും. അപ്പം ആ സമയത്ത് തന്നെ നമുക്ക് ആ പടം മൊത്തം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സീൻ ഓൾറെഡി കണ്ട് എന്തുവാ നടക്കുന്ന സീനിൽ. അപ്പം അച്ഛന്മാരുടെയും അവരുടെ മക്കളുടെയും ആ ഒരു സീൻ നമുക്ക് ആ ഒരു ബോണ്ട് കാണിക്കണമായിരുന്നു. മ്യൂസിക്കിൽ എങ്ങനെ കാണിക്കാറുള്ളത് കുറെ മ്യൂസിക് സൂപ്പർവൈസർ അങ്കിത് മേനൻ, ഫിലിമിന്റെ റൈറ്ററും പ്രൊഡ്യൂസറും ഡയറക്ടറും വിപിൻ ചേട്ടന്റെ കൂടെയും സവിൻ ചേട്ടൻ എല്ലാവരുടെയും കൂടെ ഡിസ്കസ് ചെയ്താണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റോട് എത്തിയത്. വാട്ട് യു വാണ്ട് ടു ഷോ ഇൻ ദ ഫിലിം. അപ്പം മകനെ ഓൾറെഡി നമ്മളപ്പം ചെയ്ത് കഴിഞ്ഞാൽ പീപ്പിൾ ലൈക്ക് ഇറ്റ്. അപ്പം ഈ പടത്തിൽ എങ്ങനെ ആ മകനെ തന്നെ റീയൂസ് ചെയ്യണം, പക്ഷെ ഈ പടത്തിൽ സിബ്ലിംഗ്സിന്റെ ബോണ്ട് കൂടുതൽ കാണിച്ചിരിക്കുന്നത്. അപ്പം വി കെയിം അപ്പ് വിത്ത് ദ വേർഡ് കൂടപ്പിറന്നോർ. അപ്പം കൂടപ്പിറന്നോർ ആ വേർഡ് വെച്ചുകൊണ്ട് ഒരു പാട്ടുണ്ടാക്കി. പക്ഷെ ഇറ്റ് ഷുഡ് ഓൾസോ ബ്ലെൻഡ് വിത്ത് മകനെ. കാരണം പടത്തിൽ അച്ഛന്റെ മകന്റെ ഒരു സീനും കൂടെ ഉണ്ട്. അപ്പം ആ സീനിൽ വരുമ്പോൾ നമുക്ക് മകനെ യൂസ് ചെയ്യാം, ബാക്കിയുള്ള സീൻസിൽ നമുക്ക് കൂടപ്പിറന്നോർ യൂസ് ചെയ്യാം. ഇതൊരു ക്രിയേറ്റീവ് കോൾ ആണ്. എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കോളാണ്. അപ്പൊ അതുകൊണ്ട് ഈ കൂടപ്പിറന്നോറും മകനയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് തന്നെ നമുക്ക് കരുതാം. കാരണം ഇഫ് യു ലിസൺ ടു വെരി കെയർഫുള്ളി ഒരു മ്യൂസിഷ്യൻ പെർസ്പെക്ടീവ് വളരെ സിമിലർ എലിമെന്റ്സ് ഉണ്ട്. സെയിം ടെമ്പോ റിതം ഒക്കെയാണ് രണ്ട് പാട്ടിന്റെ. സെയിം ഫീലും കൂടെയാണ്. പാട്ട് സ്റ്റാർട്ടിങ്ങിൽ വളരെ ഒരു സ്ലോ പേസിൽ തുടങ്ങിയിട്ട് ലാസ്റ്റ് വന്നിട്ട് ഒരു ഹൈ കൊടുക്കുന്ന ഒരു സംഭവം, ലൈക് ഔട്ട്രോ എന്ന് പറയുന്ന ആ സംഭവം. നമ്മളൊരു സ്റ്റാർട്ടിലെ മൊത്തം സെക്ഷൻ സൂരജായിട്ടാണ് പാടിയിരിക്കുന്നത്. പക്ഷെ ലാസ്റ്റ് പാട്ട് ഈ ഇപ്പം തമ്മിൽ പിണങ്ങി പോലെ ലിറിക്സ് ആ സെക്ഷനാണ് പാടിയിരിക്കുന്നത്. അപ്പം ആ സെക്ഷനിൽ റെസ്റ്റ് ഓഫ് ദ സോങ്ങിന് ഇച്ചിരി ഡിഫറെന്റ് ആയിരിക്കണം എന്നുള്ള ഒരു പെർസ്പെക്ടീവും കൂടെ ഉണ്ടായിരുന്നു നമ്മളത് ഉണ്ടാകും. അപ്പൊ ഈ റീസെന്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റീലില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 കമന്റ് ഉണ്ട്. ഒന്ന് അച്ഛന്റെയും അനിയന്റെയും. അച്ഛൻ യൂഷ്വലി ഇൻസ്റ്റാഗ്രാം ഒന്നും ഇങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു കുറെ ഇങ്ങനെ റീൽസ് വരുന്നുണ്ട് അവർക്കും. അപ്പം അത് കാരണം അച്ഛൻ ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് റീൽസ്. അച്ഛൻ പിന്നെ എന്റെ ഇതിൽ കണ്ടപ്പോ ഇങ്ങനെ കോമന്റ് അച്ഛൻ കോമന്റ് ഇട്ട്. അപ്പൊ ഞാനത് പിൻ ചെയ്ത് ആൾക്കാർക്കൊക്കെ അത് വളരെ അച്ഛൻ ആദ്യമായിട്ട് അവർ കോമന്റ് ചെയ്യുന്നത്. കാരണം അച്ഛൻ യൂസ് ചെയ്യാറില്ല, ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്തത്. ആദ്യത്തെ ഫസ്റ്റ് കോമന്റ് ആൻഡ് ഇറ്റ് ഹാപ്പൻ ടു ബി ഓൺ മൈ പോസ്റ്റ്. അപ്പം ദാറ്റ് ഓൾ ദി മോർ സ്പെഷ്യൽ. അടിപൊളി. എനിക്ക് വേറെ കമന്റ് അനിയന്റെ കമന്റ് ഭയങ്കര ഇമോഷണൽ കമന്റ് ആണ് കേട്ടോ. കാരണം ഇത് നമ്മള് സിബ്ലിങ്സിനെ എത്രമാത്രം കണക്ട് ചെയ്യുന്ന ആ ഒരു പാട്ടില് മൈ കൂടെ പിറന്നവൻ മേക്കിംഗ് മീ ദ പ്രൗഡസ്റ്റ് എന്ന് പറയുമ്പോഴേ അത് എനിക്ക് വായിക്കുമ്പോ ഒരു രോമാഞ്ചമുണ്ട്. അതെ, ഞാൻ ഈ പാട്ട് ഉണ്ടാക്കുന്ന നേരവും അവനും ഒരു മ്യൂസിഷ്യനാണ്. അവനും ഭരതനാട്യമില്ല, അവനും ആർട്ടിലുള്ളതാണ്. അച്ഛനും അങ്ങനെ ആർട്ട് ഫീൽഡിൽ തന്നെ ഉള്ളത്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഐ സെൻഡ് ടു മൈ ബ്രദർ ഓൾസോ. ബിക്കോസ് ഞാനും ഉണ്ടാക്കിയിരുന്ന ചെറിയൊരു ആ പാട്ട് ഉണ്ടാക്കും നമുക്കും ഫീലിംഗ്സ് വരും. നമ്മൾ ആ പടത്തിൽ വെച്ചോണ്ട് വി വർ വർക്കിംഗ് ഇൻ ദ സ്കോർ ഓൾസോ. അപ്പൊ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഐ ഹാഡ് എ ലിറ്റിൽ ബിറ്റ് ഇമോഷണൽ സൈഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവന് അയച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ പാട്ട് ഉണ്ടാക്കി. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, അവന് ഇമോഷണൽ ഒക്കെ ആയി. ദാറ്റ് സെഗ്മെന്റ് ഹാസ് ഓൾസോ ഹാപ്പൻ. നമ്മൾ ബോയ്സ് വി ആർ നോട്ട് വെരി എക്സ്പ്രസീവ്. പക്ഷെ we talked about it and we liked the song. So that was also like a big thing for me. It's a sibling song. So it's a song kind of for him. So he liked it and everything. So that was pretty special for me. Yes, ഞങ്ങൾക്കും ആ പാട്ട് വളരെ സ്പെഷ്യൽ ആണ്. അപ്പൊ അതിന്റെ 2 വരി ഞങ്ങൾക്ക് വേണ്ടി പാടില്ലേ? ഞാൻ പാടാം. വല്ലാതെ പാടല്ലേ പൂവേ നീ എന്റെ കൊന്നല്ലേ എന്നാളും നാം ഇനിയൊന്നേ നീ എന്റെ പൂങ്കടലല്ലേ തമ്മിൽ പിണങ്ങി പോവല്ലേ കാണാതെ മാനല്ലേ കണ്ണേ നമ്മൾക്ക് നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ. ഈ പറയുന്നോട്ട് ഫോണിന്റെ അപ്പുറത്തിരുന്ന് കേൾക്കുമ്പോഴും ആ ഒരു പാട്ടിന്റെ ഈണത്തിനും ആ ഒരു പാട്ടിന് കിട്ടുന്ന ഒരു ലൈഫ് ഉണ്ട് ബ്രോ. അടിപൊളിയാണ്.